ഹലോ ഗായ്സ്, ജോസഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു തരത്തിലും ബ്രാൻഡ് ആഡ്സ് പ്രൊമോട്ട് ചെയ്യാതെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാമെന്ന് പറയാനാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് സ്റ്റെപ്സും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ സ്റ്റെപ്സിലൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ റീൽസ് വഴി കമന്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ DM ചെയ്യുമ്പോഴും എല്ലാം ഓട്ടോമാറ്റിക്കലി റിപ്ലൈ കൊടുക്കുന്ന ഒരു ഓട്ടോമേഷൻ സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട് ഇതിന്റെ പുറകെ. അപ്പോ ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു അടിപൊളിയായിട്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു മെനി ചാറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഓട്ടോമേഷൻ സെറ്റപ്പ്. പലർക്കും ഒരു പേടിയുണ്ടാവും. കാരണം മിനി ചാറ്റ് പോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനെ ഇൻസ്റ്റാഗ്രാമുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിനെ അത് ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ബട്ട് നത്തിങ് ടു വറി. കാരണം മെനിചാറ്റ് ഈസ് എ ലീഗൽ ആൻഡ് സർട്ടിഫൈഡ് ആപ്ലിക്കേഷൻ ആണ്. അത് ഇൻസ്റ്റാഗ്രാമുമായിട്ട് കൊളാബ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് കണക്ട് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക്കലി റിപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സെറ്റപ്പുകൾ, അതായത് കമന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ DMലേക്ക് ലിങ്ക് വരും എന്നൊക്കെ പറയുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ചെയ്യുന്നത് ഇത്തരം മിനി ചാറ്റ് പോലെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മിനി ചാറ്റ് ആണ് കുറച്ചും കൂടെ ലീഗൽ ആൻഡ് സേഫ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ദാറ്റ്സ് വൈ ഐ എം പ്രൊമോട്ടിംഗ് ദ ആപ്ലിക്കേഷൻ. ആൻഡ് ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക? നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിനെയും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനെയും ഓട്ടോമേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മിനി ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേജിനെ എന്ത് ചെയ്യുക? മിനി ചാറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. നോർമലി മിനി ചാറ്റ് ലോഗിൻ ചെയ്ത ശേഷം നോർമലി തന്നെ കണക്റ്റിന്റെ ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക് എന്നീ കുറെ കമ്പനീസിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ പേജ് തന്നെ കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരുപാട് ഓട്ടോമേഷൻസ്, നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത ശേഷം, അതായത് നിങ്ങൾക്ക് ഇന്ന ലിങ്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് റീലൊക്കെ ഇറക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. കാരണം ആദ്യം നമുക്ക് വേണ്ടത് ലിങ്കാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കോഴ്സിന്റെ ലിങ്കോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം shrinkme.io അല്ലെങ്കിൽ ലിങ്ക് വേർട്ടൈസ് എന്ന് പറയുന്ന കുറെ വെബ്സൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ലിങ്ക്വേർട്ടൈസ്, shrinkme.io അങ്ങനത്തെ കുറെ വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റുകൾ വഴി എന്ത് ചെയ്യുക? നിങ്ങളുടെ ലിങ്കിനെ ഒരു മണി മേക്കിംഗ് ലിങ്ക് ആയിട്ട് മാറ്റുക. അത് shrinkme.io വഴി കയറി കഴിഞ്ഞാൽ അതിൽ കാണുന്ന ആപ്സ് വഴി നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ലിങ്ക് എന്ത് ചെയ്യുക? ഈ മിനി ചാറ്റിൽ വന്നിട്ട് ഓട്ടോമേഷൻ വഴി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ പോസ്റ്റിന്റെ അടി ആരെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് ആയിരിക്കും പിന്നെ അവരുടെ DMലേക്ക് പോവുക. ആ DMലേക്ക് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് കയറുന്നതായിരിക്കും. അതായത് വലിയ എമൗണ്ട് അല്ല, ഒരു 1000 വ്യൂസിന് വരെ $70 അടക്കം നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സെറ്റപ്പുകൾ shrinkme.io അല്ലെങ്കിൽ ലിങ്ക് വേർട്ടൈസിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവർക്ക് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അവനകത്ത് കാണിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വഴി പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കോഴ്സും കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് സെറ്റപ്പ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് എന്ത് ചെയ്യുക? ഇവിടെ കൊടുക്കുക. യൂട്യൂബ് ചാനൽ കയറി കാണുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കയറി കാണുക, നിങ്ങളുടെ DMലേക്ക് ലിങ്ക് വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ്സ് വെരി ഹെൽപ്പിംഗ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇത്തരം സെറ്റപ്പുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും വഴി മറ്റേ യൂട്യൂബ് ഞാൻ പറഞ്ഞ വഴി ലിങ്ക് നിങ്ങൾ ഇതുവഴി ഷെയർ ചെയ്ത് ലിങ്ക് യൂട്യൂബിലേക്ക് കയറാനൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ യൂട്യൂബ് വഴി നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഓട്ടോമേഷൻ സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക്
എമൗണ്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം സെറ്റപ്പിന്റെ ഞാനൊരു നോർമലായിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് മിനി ചാറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, മിനി ചാറ്റ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണ് മിനി ചാറ്റ് വഴി ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യണം, അതുപോലെ എങ്ങനെയാണ് ഒരാൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഎമ്മിലേക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോകുന്നു എന്നതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഓട്ടോമേഷൻ ചെയ്യുന്ന മിനി ചാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ലോഗിൻ പേജ്. ഇവിടെ നിങ്ങൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജിമെയിൽ ഐ ഡി വെച്ച് സൈൻ ഇൻ ചെയ്യുക. ശേഷം ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ഏതാണോ ഓട്ടോമേഷൻ ചെയ്യേണ്ടത് അത് ഇൻസ്റ്റാഗ്രാമാണ്. എന്തായാലും ഇൻസ്റ്റാഗ്രാമാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതുമായിട്ട് കണക്ട് ചെയ്യുക. അടുത്തതായിട്ട് ഇതേപോലത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും നിങ്ങൾ വരിക. ഇതാണ് മിനിചാറ്റിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇതിൽ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റൈറ്റ് ബോട്ടം കോർണറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ ന്യൂ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പ്ലസ് ഐക്കണുള്ള ഒരു നീല ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് വരും. അടിയിലുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ പ്രോ ഫീച്ചേഴ്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഓപ്ഷനില്ലേ, പോസ്റ്റ് ഓർ റീൽ കമൻറ്റ്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട റീൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനി വേർഡ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, ലിങ്ക് എന്ന് പറയുന്ന ആഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ട വീഡിയോൻ്റെയോ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ലിങ്ക് കൊടുത്ത ശേഷം ഇവിടെ പ്രിവ്യൂ ആൻഡ് ഗോ ലൈവ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് ആക്റ്റീവ് ചെയ്യാൻ കഴിയും. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഡി എമ്മിലേക്ക് ഈ ലിങ്കുകളൊക്കെ പോകുന്നതായിരിക്കും. ആരൊക്കെ നിങ്ങളുടെ റീലിൽ കമൻറ്റ് ചെയ്യുന്നു അവർക്കെല്ലാം എന്ത് ചെയ്യും, ആ ലിങ്ക് ഡി എമ്മിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഓട്ടോമേഷൻ ചെയ്യാനുള്ള സെറ്റപ്പ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ആരും വലിയ സെറ്റപ്പാണെന്ന് വിചാരിക്കേണ്ട. ഓക്കെ, ഇത്ര സിമ്പിളാണ്. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടി എപ്പോഴും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ആൻഡ് ബൈ ബൈ.